ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. നേരത്തെ നീറ്റിട്ടുണ്ട്. 5 മണിക്ക് ആയിട്ടേ ഉള്ളൂ, 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 5:15 5 മണിക്ക് ഞാൻ നീറ്റ്. ഞാൻ പിന്നെ ബ്രഷ് ചെയ്ത് ഒന്നും കൂടെ റെഡിയായി കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല കേട്ടോ. നേരം ഉണ്ടാവില്ല. ഷാജേട്ടന് നേരത്തെ പോകണം, ഫുഡ് കൊണ്ടുപോകണം. അപ്പം നമുക്ക് ചായയും ചോറും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നേരത്തെ നീറ്റത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോന്ന് തുടങ്ങാം കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി വർത്താനം വന്ന് നിന്നാൽ നേരം പോകും. കുളിച്ചിട്ടില്ല ഞാൻ കേട്ടോ. കുളിക്കാനും കൂടെ തന്നു കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കുളിക്കാം. അപ്പോൾ നമുക്ക് ചായയും ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഓരോന്ന് ചെയ്യാം. അതെൻ്റെ മാവ് അരച്ച് വെച്ചതായിരുന്നു, അപ്പോൾ തൂവി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം മുതലൊന്ന് റെഡിയാക്കണം, സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ മാവ് ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് മാവിൻ്റെ പരിപാടിക്ക് നോക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ആക്കട്ടെ കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഒരു വലിയൊരു പാത്രം വെച്ചാലും ഇത് തൂവിപ്പോവും. ഞാൻ പിന്നെ കുറച്ചധികം ഒന്ന് വെക്കുകയും ചെയ്തു. നാളേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ തൂവിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചുമില്ല. ഇപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ രാവിലെ നീക്കാൻ വലിയ മടിയാട്ടോ. ഇപ്പം വെക്കേഷനൊക്കെ ആയിട്ടേ തോന്നിയ നേരത്തല്ല നീക്കൽ. അത് കാരണം പിന്നെ സംസാരിച്ചിട്ട് നേരം കഴിക്കുന്നില്ല. നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ നേരത്തിനൊന്നുമല്ലല്ലോ നീക്കുക. നേരത്തെ നീക്കേണ്ട ആവശ്യം വരണില്ല. 7 മണി 7:30 7:45 അങ്ങനെ തോന്നിയ നേരത്തൊക്കെ നമുക്ക് നീറ്റാൽ മതിയല്ലോ. എന്നുവെച്ചാൽ ഇപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവായ കാരണം തന്നെ നേരത്തെ കാലത്ത് നീക്കേണ്ട ആവശ്യമൊന്നും വരണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ശീലമായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 5 മണിക്കൊക്കെ നീക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ഭയങ്കര മടിയാട്ടോ. 4:30 4 മണിക്കൊക്കെ അലാറം വെച്ച് 4 മണിയാക്കും, പിന്നെ 4:30 4:45 5 അങ്ങനെയാണ് കേട്ടോ ഞാൻ നീറ്റിട്ടുള്ളത്. അങ്ങനെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചടപടേന്നര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. ഇതന്നെ അങ്ങോട്ട് റൊട്ടീനായിട്ട് നമുക്ക് ശീലമായിട്ട് അങ്ങനെ ഡെയിലി പോവുകയാണെങ്കിൽ ഇത് വലിയ പാടൊന്നുമില്ല. 5 മണിക്കായാലും 4 മണിക്കായാലും നീക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ടല്ല കുറച്ച് മുന്നേയൊക്കെ ഫുഡിൻ്റെ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് കേറ്ററിങ്ങും ഉണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഓർഡർ കിട്ടുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് രാത്രി ഉറക്കേ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് ശീലമായിപ്പോയി. നമുക്ക് കുക്ക് ചെയ്യാന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടും പിന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടുമല്ലേ. നമുക്ക് വെച്ചാൽ 10 രൂപ നമുക്ക് ഇഷ്ടമാണ് ഇനിയും ആ വർക്ക്. അതിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെ കസ്റ്റമർ വരെയും നമുക്ക് ഓർഡർ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് ചിമ്പിയിട്ടുണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഉറക്കം വല്ലാത്തൊരു വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഉറക്കേ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ 5 മണിക്ക് നീട്ടിയിട്ട് വേഗം നമ്മൾ ചായ പരിപാടിയുടെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും. അപ്പോൾ കടലൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് എന്താ വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ബ്ലാക്ക് നിറം വീഴുന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ അത് മാത്രമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ കടല ഇട്ടുകൊടുത്തു. കുക്കറിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വലിയ കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ പച്ചക്കറിയൊക്കെ നല്ല ഇഷ്ടമാണ്. കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ബാക്കി ഇനി പൊരണം വെച്ചിട്ട് അതങ്ങനെ പൊട്ടായി പോണേനെക്കാട്ടിലും നല്ലത് കറിയിലൊക്കെ ഇട്ടിട്ട് പിള്ളേർ കഴിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് സാമ്പാറിൽ കിഴങ്ങ് അങ്ങനെ ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചിക്കനിലും ഈ കടലക്കറിയിൽ മസാലക്കറിയിലൊക്കെ നമുക്ക് എന്തായാലും കിഴങ്ങ് മസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലക്കറിയിൽ കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറുന്നനാവാൻ വേണ്ടിയിട്ട് 2 വലിയ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള അരിഞ്ഞു കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഈ സമയത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു 2-3-4 ഐറ്റം കടലക്കറി വെക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടെ വഴറ്റിയിട്ട് ഈ ഒരു കടല വെന്തിട്ട് അതിനകത്തേക്ക് ഇതൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. വറുത്തരച്ചിട്ടും നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സവാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഞങ്ങൾ വേവിച്ചു. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് ചെറിയുള്ളിയും ആ കാര്യങ്ങളൊക്കെ മൂപ്പിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചതച്ച് അങ്ങോട്ട് ആക്കി വെച്ചാൽ കയ്യോടെ നമുക്ക്
നമുക്ക് അടുപ്പ് ഒഴിവാകുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഒഴിവാകുമ്പോൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയിലേക്കുള്ളതും ചതച്ച് വെച്ചു. അപ്പുറത്ത് ഞാനൊരു ഗ്ലാസ് ചായ വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലാസ് അല്ല, നമുക്ക് കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തിളച്ചപ്പോൾ പഞ്ചസാരയും പാകത്തിന് പൊടി ഇട്ട് കൊടുത്തു. ഇത് നല്ല സ്ട്രോങ് പൊടി കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ചിട്ടപ്പോഴേക്കും തന്നെ ഭയങ്കര, എനിക്കിങ്ങനെ ലൈറ്റ് ചായയാണ് കേട്ടോ കട്ടന ഇഷ്ടം. ഒരുപാട് പൊടി ഇട്ടിട്ട് കയപ്പ് അങ്ങനെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആക്കി. എനിക്ക് ഈ ഒരു എത്ര നേരത്തെ നീറ്റാലും ഒരു ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10:30 വരെ 11 മണി വരെ ഞാൻ പിടിച്ചു നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയൊക്കെ ആക്കി വെച്ചു. ചൂടാറിയിട്ട് നമുക്കിങ്ങനെ സിപ്പടിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കാം. കിഴങ്ങും കടലയും കാര്യങ്ങളൊക്കെ വെന്തപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് പെരുംജീരകം, 2 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്ത് ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നാളികേരം വറുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിലേക്കുള്ള നാളികേരം സെറ്റായപ്പോൾ ആ ചട്ടീനെ കഴുകിയിട്ട് അതിനകത്ത് തന്നെ ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. ഞാൻ ഒരുപാട് പാത്രങ്ങൾ എടുത്ത് പൊനിക്കാറില്ല കേട്ടോ. ചട്ടി ഉണ്ട്, ചെറിയ ചട്ടിയും ഉരുളിയും പാനും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ ഇട്ടിട്ട് വാരി വലിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഓരോന്നായിട്ട് അത് അങ്ങോട്ട് പാത്രത്തിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഇത് അവിടെ തന്നെ അല്ലേ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉള്ളത്, കൊട്ടത്തളം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്കിതൊരു എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഒരുപാട് പാത്രം എനിക്കിങ്ങനെ പൊനച്ചിടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചു, അതിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ എനിക്ക് കൊത്തമരയും ബീൻസും കൂടെ മാറും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കൊത്തമരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ, എനിക്കിഷ്ടം അങ്ങനെ. ഇതിനകത്ത് തേങ്ങ ഇല്ലേ, തേങ്ങ ചിരകിയത് ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമ്മൾ തോരൻ വെക്കുന്ന പോലെ എനിക്കിഷ്ടമാണ്. വെറുതെ നാളികേരം ചിരകിയിട്ടാലും ഇഷ്ടമാണ്. പക്ഷേ ഷാജേട്ടന് ഈ നാളികേരം സംഭവം അത്ര പ്രിയമല്ലാത്തതുകൊണ്ടും നാളികേരത്തിന് നല്ല വില ആയതുകൊണ്ടും നമ്മളതൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ സിമ്മിൽ കിടക്കട്ടെ. പുറത്ത് വന്നപ്പോഴേക്കും ഒന്നും ഇങ്ങോട്ട് പരപരാന്തര നേരം വെളുത്തിട്ടുണ്ട്. രാവിലെ നല്ല രസമാട്ടോ ഈ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ മൂഡൊക്കെ ഒന്ന് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പി ഫീല് വരും. അപ്പോൾ പുറത്ത് നിന്നിട്ട് തന്നെ കട്ടൻ ചായയൊക്കെ ഒന്ന് സിപ്പടിച്ച് കുടിച്ച് പുറമൊക്കെ ഒരു കാറ്റും വെളിച്ചമൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു. എന്താ വെച്ചാൽ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറും പോകാൻ വേണ്ടി സമയമെടുക്കും. പിന്നെ ഉപ്പേരി ആവണ ഒരു സമയം കൊണ്ട് ഇത്തിരി നേരം ആ കട്ടൻ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ. മുഴുവനൊന്നും ആക്കിയില്ല. അപ്പോഴേക്കും ഞാൻ വന്നിട്ട് കുക്കർ ഓപ്പൺ ആക്കിയപ്പോൾ കടലയും കിഴങ്ങൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വറുത്തരച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പാകത്തിന് വെള്ളം കൂടെ നമ്മുടെ അരപ്പിൻ്റെ ജാറന്നെ ഒന്നും ഇങ്ങോട്ട് കഴുകി മൂറിയിട്ട് അതിനകത്തേക്ക് വെള്ളം അരപ്പിൻ്റെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ആക്കി കൊടുത്തു. ഇനി ഉപ്പില്ലെങ്കിൽ അത് ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനകത്ത് വേപ്പിലല്ല മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ സമയത്താണ് തക്കാളി ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അരപ്പ് തിളയ്ക്കുമ്പോഴേക്കും തക്കാളി വെന്തോളും, പെട്ടെന്ന് നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും നമുക്കുള്ള പാത്രങ്ങൾ അങ്ങോട്ട് മൂറി കഴുകി വെക്കാം. അല്ലെങ്കിൽ ഇതിവിടെ ഇങ്ങനെ നിറഞ്ഞു കൂടും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു കയ്യാക്കം ഒരു പണിയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം കഴുകാനുള്ളത് അപ്പം കഴുകി വെക്കും കേട്ടോ. പിന്നെ അത് ലാസ്റ്റിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു 3 4 5 ഉള്ളെങ്കിൽ 2 ഉള്ളെങ്കിലും 1 ഉള്ളെങ്കിലും ഞാനത് അപ്പം കഴുകി വെക്കും കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കറിയൊക്കെ സെറ്റായപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കിച്ചാൽ നമ്മുടെ കുക്കറിൽ ഒരു 2 ഗ്ലാസ് അരി ഇട്ടിട്ട് കുക്കറിൽ വെക്കുക. അതേ പെട്ടെന്ന് ആവുള്ളൂ. റേഷൻ അരി ഒരൊറ്റ വിസിലും ഒരു 6-7 മിനിറ്റും കൂടെ ആയി കഴിഞ്ഞാൽ ഒറ്റ വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക. ആ സ്റ്റീം അങ്ങനെ കളയാണ്ട് വെച്ചിട്ട് ഒരു 7 മിനിറ്റും കൂടെ അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7-8 മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് വെന്തുടയാണ്ട് ഇങ്ങനെ പിളിപിളി ആവാണ്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് അത് ദിടിപിടി തന്നെ ചെയ്തു. എണ്ണ ചൂടായപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മൾ കടലക്കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കടലക്കറി അങ്ങോട്ട് സെറ്റായില്ലോ. അപ്പോൾ ചോറ് അതിനകത്തേക്ക് വെക്കുകയും ചെയ്യാം. തലേ ദിവസം പരല് കൊടുത്തിട്ടുള്ള പരൽമീൻ വറുത്തതിരിക്കുന്നുണ്ട്, ചൂരമീൻ വറുത്തതിരിക്കുന്നുണ്ട്, ചൂരമീൻ്റെ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കറിയും ഉപ്പേരിയും മാത്രം സെറ്റ് ചെയ്താൽ മതി നമുക്ക്. പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ചായക്കിട്ട് നമുക്ക്. അപ്പോൾ ഷാജേട്ടന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടും വേണം ഇടുന്ന്, പിന്നെ 10 മണിക്ക് കഴിക്കാൻ വേണ്ടി പലഹാരം ഇപ്പം എന്താ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ സംഭവം കൊണ്ടുവേണം. ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയി വേണം. എന്താ വെച്ചാൽ ഈ 2 നേരമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേക്കും കാശ് പോണ വഴി അറിയില്ല. പിന്നെ അത് ഹെൽത്തിന് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഫുഡിൻ്റെ പരിപാടിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾ ആ ഒരു കഴിച്ചിട്ട് ആ നേരത്തെ പോവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ആൾ പുറത്തുനിന്ന് കഴിച്ചോളും.
ഈ സമയത്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ. പിന്നെ അഥവാ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയാലും ആ കറക്റ്റ് സമയത്ത് ആൾ കഴിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാതും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കൈ ഒഴിഞ്ഞപ്പോൾ ചോറ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പുറത്ത് ഞാൻ വെള്ളയപ്പം കൂടെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഷാജേട്ടൻ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്താ വെച്ചാൽ പിള്ളേരൊന്നും എണീറ്റിട്ടല്ല, ഇവിടെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം വൈകും. എന്താ വെച്ചാൽ അവരുടെ ടൈം ആവണേ ഉള്ളൂ, പൂജിട്ട് നീട്ടൂട്ടോ ഈ സമയത്ത്. അപ്പോൾ ആ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ എണ്ണയ്ക്ക് ഒന്ന് തേച്ചിട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇനി കുളി കഴിഞ്ഞിട്ട് അവർക്ക് ചോറാക്കാം കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ. ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചപ്പോൾ നമ്മുടെ കാച്ചി എണ്ണയും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല. സമയം കിട്ടാറില്ല എന്നുള്ളതല്ല കേട്ടോ കാര്യം. സമയം ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. സമയമില്ല എന്നുള്ളത് ഞാൻ പറയില്ല. എനിക്ക് മൈൻഡ് ഓക്കെ അല്ല, സെറ്റ് അല്ലാത്തതുകൊണ്ടാണ്. എണ്ണ കാച്ചിയിട്ട് എനിക്ക് തേച്ച് കുളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. സ്കിൻ കെയറും എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ് അത്. എൻ്റെ മൈൻഡും ഓക്കെ ആക്കാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. പക്ഷെ അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള മൂഡില്ല. അപ്പോഴേക്കും ഷാജേട്ടന് ചായ എടുത്ത് കൊടുത്തു കേട്ടോ, ഞാൻ ഈ കുളിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ തന്നെ. അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ നമ്മുടെ ചോറും കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എനിക്കിവിടെ എത്ര തുടച്ചാലും വൃത്തിയായിട്ടില്ല തോന്നുന്നു. അതൊരു തരം എനിക്കൊരു മനോരോഗമാണോ എന്നുള്ള റീലിൽ ഞാൻ ചെയ്ത പോലെ ഇതെനിക്കൊരു മനോരോഗമാണോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും ഞാൻ. എന്നാലും എനിക്കൊരു തൃപ്തിയാവാത്ത പോലെ തോന്നും. അങ്ങനെ ഫുഡൊക്കെ ആക്കി കൊടുത്ത് ഒരു പാത്രത്തിൽ പലഹാരം ആക്കി കൊടുത്ത് ഒക്കെ ആക്കി കൊടുത്ത് ഷാജേട്ടൻ ഇതാ പോവുകയാണ് കേട്ടോ. പൂജുട്ടീനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക, എന്നെ എടുക്കണ്ട വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കി ചിരിച്ചുകൊണ്ട് പോണത് കേട്ടോ. അങ്ങനെ ഷാജേട്ടനൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഞാനും കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്ന് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ മയങ്ങി നീട്ടിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നീട്ടത്. പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി. അതും കൂടെ ഇനി എപ്പോഴും കാണിച്ചിട്ട് തന്നെ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. കണ്ണൻകുട്ടി ഈ സമയം കൊണ്ട് ചോറാണ് കഴിച്ചത്. അവന് വെള്ളയപ്പം വലിയ വശമില്ലാത്തതുകൊണ്ട് വശമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതും കൂടെ ഞാൻ പറയട്ടെ. അപ്പം വേണ്ട പറഞ്ഞ് ചോറുണ്ട് പോയ ആൾ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 3-4 വെള്ളയപ്പം ഇരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെക്കൻ ഇടയ്ക്കൊരു പരിപാടി ഉണ്ട്. എന്തായാലും ചോറ് കഴിച്ചിട്ടാണല്ലോ പോയത്. അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ TC വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പൂജിട്ട് ഞാനും കൂടെ ഞങ്ങൾക്കുള്ള വെള്ളയപ്പൊക്കെ ചൂടോടെ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പൂജിട്ടിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതും തുണി മടക്കി വയ്ക്കാനുള്ളതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയാകുമ്പോഴത്തെയാണ് കേട്ടോ അത്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ആ സമയത്ത് എടുക്കാഞ്ഞത്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവർക്കൊന്നും ഇപ്പം തന്നെ ഫുഡ് വേണ്ട, ഇടയ്ക്ക് ഈ വെള്ളയപ്പം ബാക്കി ഉണ്ടായിരുന്നൊക്കെ കഴിച്ചിട്ട് കേട്ടോ. പിന്നെ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കാൻ നിന്നില്ല. നമുക്കിവിടെ ഇങ്ങനത്തെ കട്ട് പീസ് ഇതൊക്കെ മുന്നേ ഞാൻ ഇങ്ങനെ 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് ഇങ്ങനെ വിറ്റൊഴിവിനും പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ 80 രൂപയുടെ മീറ്റർ പീസൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ വാങ്ങി വെക്കും കേട്ടോ, എനിക്കിങ്ങനെ ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ എല്ലാം കൂടെ ഒരു 100 സംതിങ്ങിൽ അങ്ങോട്ട് ഒതുങ്ങുകയും ചെയ്യും. നമുക്ക് ഇടാൻ വേണ്ടിയിട്ടും സുഖമാണ്. കുറച്ചൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ വീട്ടിലിടാനും സുഖമാണ്, പുറത്തിടാനും അടിപൊളിയാണ് കേട്ടോ. സിമ്പിളായിട്ട് എനിക്ക് ഇങ്ങനത്തെ ടോപ്പുകൾ നല്ല ഇഷ്ടമാണ്, വൈറ്റ് പാൻറ്റിലേക്കൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഉള്ള സമയത്ത് നമുക്ക് അതിന് ഇരിക്കാമല്ലോ. ബാക്കി ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കുക്കിങ്ങിൻ്റെ പരിപാടി അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം എനിക്കിങ്ങനെ കിട്ടണ പോലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് വെട്ടി വെച്ചാൽ രാത്രി നമുക്കൊരു മൂഡ് ഓഫ് ഒക്കെ തോന്നുമ്പോൾ എന്തെങ്കിലും ടെൻഷനൊക്കെ തോന്നുമ്പോൾ ഇരുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടുമ്പോഴാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, ആലോചിക്കാൻ സമയം കിട്ടുന്നിടത്തോളം നമുക്ക് പൊട്ടയായ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ ഹെൽത്തും നമ്മുടെ മൈൻഡും നമ്മൾ അതിലും പൊട്ടയാക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനതിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ട് വേറൊരു ഷോർട്സിൽ കാണിക്കാം നിങ്ങളേനെ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു 3-4 ദിവസം നമ്മൾ വീഡിയോ ഇടാത്തോണ്ടാണ് തോന്നുന്നു ലോങ് വീഡിയോ വല്ലാണ്ട് ഇപ്പോൾ കയറണില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തിരുത്തോളോ കാര്യങ്ങളോ നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് നല്ല രീതിയിൽ പറയണം കേട്ടോ. പൊട്ട കമൻറ്റുകൾ നമുക്ക് വരാറില്ല, എപ്പോഴെങ്കിലും 1-2 വരാറുള്ളൂ. അത് അവരുടെ മൈൻഡ് അതങ്ങനെ വിട്ട് പോകും, നമ്മൾ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാനോ അടി ഉണ്ടാക്കാനോ ഒന്നും പോവാറില്ല. മാക്സിമം ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് നല്ല നല്ല കമൻറ്റുകളാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.